സമരക്കാർ ഉപേക്ഷിച്ച മാലിന്യം പഞ്ചായത്ത് ഭൂമിയിൽ, സംഭവം വിവാദത്തിലേക്ക്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരത്തിനെത്തിയവർ ഉപേക്ഷിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടുന്ന മാലിന്യം പൊതു ഇടത്തിൽ തള്ളി. പൂവച്ചൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് മാലിന്യം തള്ളിയത്. ചാക്കിൽ കെട്ടി ഓഫീസിന് മുന്നിലെ ഭൂമിയിലേക്ക് തള്ളുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതിഷേധവും ഉയർന്നു. സംസ്ഥാനമൊട്ടാകെ മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തി ഉറവിട സംസ്കരണത്തിനും പൊതുനിരത്തിൽ മാലിന്യം തള്ളുന്നതിനെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് പൊതുജനത്തെ ബോധവൽക്കരിക്കുന്ന പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടുന്നവർ നേതൃത്വം നൽകിയ സമരമാണ് മാലിന്യം തള്ളലിന്റെ പേരിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിലായത്. 100ഓളം പേർ സമരത്തിൽ പങ്കെടുത്തു. ഇവർ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടം ഉൾപ്പെടെ സമരം നടന്ന സ്ഥലത്തു നിന്നും ചാക്കിൽ കെട്ടിവെച്ചു. സംഭവം വിവാദമായതോടെ സമൂഹ മാധ്യമങ്ങളിൽ സമരക്കാർക്കെതിരെ കടുത്ത വിമർശനവും ഉയർന്നു. സമരത്തിൽ പങ്കെടുത്തവർ കഴിച്ച ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലേറ്റുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സ്ഥലത്തു നിന്ന് മാറ്റുന്നതിന് ചാക്കിൽ കെട്ടി സമരം കഴിഞ്ഞ് പിരിയുമ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയും ചെയ്തതായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ കട്ടയ്ക്കോട് തങ്കച്ചൻ പറഞ്ഞു. സമരത്തിന്റെ അടുത്ത ദിവസം രാവിലെ പ്രവർത്തകൻ സുനിൽ സമരപന്തലിലെത്തി ഹരിതകർമ്മസേനയോട് മാലിന്യം കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. പ്ലേറ്റുകൾ കഴുകി നൽകിയാൽ മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ എന്ന് അവർ പറഞ്ഞു. ഒടുവിൽ റോഡ് ശുചീകരണത്തിന് ചുമതലയുള്ളവരും കൈയൊഴിഞ്ഞു. ശേഷം സുനിൽകുമാർ എന്ന പ്രവർത്തകൻ ചാക്ക് കെട്ടെടുത്ത് റോഡിന്റെ അപ്പുറം എത്തിച്ച് തട്ടിയിടുകയായിരുന്നു. സംഭവം വിവാദത്തിലെത്തിയതോടെ താൻ ചാക്ക് കെട്ട് റോഡിന്റെ അപ്പുറം എത്തിച്ചതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് വിശദീകരിച്ചത്. തുടർന്ന് പഞ്ചായത്ത് അധികൃതർ CCTV പരിശോധിച്ചപ്പോൾ പ്രവർത്തകൻ സുനിൽകുമാർ മാലിന്യം റോഡിന്റെ അപ്പുറത്ത് തട്ടിയിടുന്നത് കാണുന്നു. സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ മാസം 29-ന് സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമം പദ്ധതി പ്രകാരം പൂവച്ചൽ പഞ്ചായത്ത് പൈതൃക ഗ്രാമ പ്രഖ്യാപനം നടത്തി. 4ാം ദിനത്തിലാണ് പഞ്ചായത്തിന് മുന്നിൽ മാലിന്യം തള്ളിയത്. വെക്കേഷൻ എത്തിപ്പോയി. കുട്ടികൾക്കായി നല്ലൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യൂ. ഇതാ നിങ്ങൾക്കായി ഒരു അവസരം. ചിന്നൂസ് ആർട്സ് ഒരുക്കുന്നു. കുട്ടികൾക്കായി ചിത്രരചന, പെയിന്റിംഗ്, ഫ്ലവർ നിർമ്മാണം, പേപ്പർ ക്രാഫ്റ്റ്, ഹാൻഡ് എംബ്രോയിഡറി, ഫാബ്രിക് പെയിന്റിംഗ്, ക്ലേ മോഡൽ, വെജിറ്റബിൾ പ്രിന്റിംഗ്, ഡോൾ മേക്കിംഗ്, തയ്യൽ, വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ക്രാഫ്റ്റ്, ജ്വല്ലറി വർക്ക്, യോഗ, ബോധവൽക്കരണ ക്ലാസ് എന്നിവയിൽപ്പെടുന്ന 2 മാസത്തെ ഒരു വെക്കേഷൻ പാക്കേജ് ക്ലാസ് ആണ് ചിന്നൂസ് ആർട്സ് ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമി കുട്ടികൾക്കായി ഒരുക്കുന്നത്. ഒരു മാസത്തേക്ക് വെറും 1499 രൂപയാണ് ഓഫർ ഫീസായി ഇപ്പോഴുള്ളത്. ചിന്നൂസ് ആർട്സ് ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമി, ഈഴക്കോട്, തച്ചോട്ടുകാവ്. ഞങ്ങളുടെ നമ്പർ 7034868949. മറ്റൊരു നമ്പർ 9567986949.